നമസ്കാരം പ്രിയമുള്ളവരെ. ഇസ്രായേലിൽ നിന്നൊരു നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ട്. നിലവിളിക്കുന്നത് മറ്റാരുമല്ല, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും നമ്മുടെ നാട്ടിലെ സംഘികളുടെ ഒക്കെ അഭിമാന താരകവുമായ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വകയാണ് നിലവിളി. അദ്ദേഹത്തിൻ്റെ നിലവിളിക്ക് കാരണം എന്തെന്ന് വെച്ചാൽ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ നേരിടുന്നുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു. അതുമായി ബന്ധപ്പെട്ട് വിചാരണ നടക്കുകയാണ് കോടതിയിൽ. ആ വിചാരണ നടപടികൾ തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തിവെക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അപേക്ഷയുടെ കാരണം. മാപ്പ് പിടിച്ച് പാരമ്പര്യമുള്ള ഒരു സംവിധാനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇഷ്ടപ്പെടാതിരിക്കുവാൻ തരമില്ല. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ മാപ്പപേക്ഷ വലിയ ചർച്ചയാകുന്നുണ്ട് അന്തർദേശീയ മാധ്യമങ്ങളിൽ. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി പ്രസിഡന്റ് ഐസക് എർദോവിനാണ് ഇങ്ങനെ ഒരു മാപ്പപേക്ഷ സമർപ്പിച്ചത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നേരത്തെയുമൊക്കെ യുദ്ധം കൊടുമ്പിരി കൊണ്ട അവസരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇതിൽ ഇളവുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. വിചാരണ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇളവുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആഴ്ചയിൽ 3 പ്രാവശ്യം അദ്ദേഹം നേരിടുന്ന അഴിമതി ആരോപണങ്ങളുടെ വിചാരണയിൽ പങ്കെടുക്കണം എന്ന രീതിയിൽ കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യങ്ങളും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാണക്യനൊക്കെ പറയുന്നത് പോലെ ഭരിക്കുന്ന ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധം ഉണ്ടാകും എന്ന ഒരു ആരോപണം ബെഞ്ചമിൻ നെതന്യാഹുവിനു നേരെയും ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ. അദ്ദേഹം ഈ വിചാരണ നടപടി നീട്ടുന്നതിന് വേണ്ടിയാണ് മിക്കപ്പോഴും രാഷ്ട്രത്തെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് എന്ന രീതിയിലുള്ള ആരോപണങ്ങളുമൊക്കെ നേരിടുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും അദ്ദേഹം ഇസ്രായേലിലെ പ്രമുഖമായ ഒരു പത്രത്തിന് അതിൻ്റെ മേധാവിയുമായിട്ട് ചില അഴിമതി ആരോപണങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ആ പത്രത്തിൻ്റെ സർക്കുലേഷൻ കൂട്ടാമെന്നും ആ പത്രത്തിൻ്റെ എതിരായിട്ടുള്ളൊരു പത്രത്തിൻ്റെ സർക്കുലേഷൻ കുറയുന്നതിനാവശ്യമായ നടപടികൾ അദ്ദേഹത്തിൻ്റെ സർക്കാർ കൈക്കൊള്ളുമെന്നും പകരം ഈ പത്രം അദ്ദേഹത്തിനെ പുകഴ്ത്തുന്നതിനാവശ്യമായ റിപ്പോർട്ടുകളും മറ്റും ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ മേലുള്ള അഴിമതി ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. ഈ പത്രക്കാരും TV ചാനലുകളൊക്കെ സ്വാധീനിച്ച് അതിൽ തങ്ങളുടെ വാഴ്ത്തുപാട്ടുകൾ നിറയ്ക്കുക എന്ന ഒരു ആരോപണം. അതിനുവേണ്ടി അദ്ദേഹം പ്രമുഖ ഇസ്രായേലി പത്രവുമായിട്ട് ചില കരാറുകൾ ഏർപ്പെട്ടു എന്ന ഒരു ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ മേലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി ആരോപണം. എന്തായാലും ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ മേലുള്ള വിചാരണ നിർത്തിവെക്കണം എന്ന രീതിയിൽ ആവശ്യപ്പെടുകയാണ്. മാപ്പിരക്കുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ കുറ്റങ്ങൾ അത് നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മാപ്പിരക്കൽ എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. മറ്റൊന്ന്, ഇതിൻ്റെ ഒരു ആഘാതത നമുക്ക് വ്യക്തമാകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലി പ്രസിഡന്റ് ഐസക് എർദോവിനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ്. അതായത് ഈ വിചാരണ നടപടികൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടു എന്ന ചില വാർത്താ റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. കാരണം ഒരു പരമാധികാര രാജ്യത്തിൻ്റെ മേൽ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പരമാധികാര രാജ്യത്തിൻ്റെ മേൽ വേറൊരു രാഷ്ട്രത്തിൻ്റെ തലവൻ ആ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ മേലുള്ള അഴിമതി ആരോപണ വിചാരണകൾ തൽക്കാലമായി നിർത്തിവെക്കണം എന്ന രീതിയിൽ ഒരു നിർദ്ദേശം നൽകുന്നത് അത് വലിയ ആശ്ചര്യപൂർവ്വം തന്നെയാണ് ലോകമാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ആ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വാർത്ത, ഇസ്രായേലി സൈന്യം അവരുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗം നിർത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രമുഖരായ സൈനിക ഉദ്യോഗസ്ഥന്മാരും ടെക്നോളജി വിദഗ്ധരുമൊക്കെ അവരുടെ ആൻഡ്രോയിഡ് ഫോൺ നിർത്തുന്നു. കാരണം അത് ഇറാൻ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്യുകയും അവരുടെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളുടെയും സൈനിക കേന്ദ്രങ്ങളുമൊക്കെ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്യും അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നു എന്ന ഒരു നിഗമനത്തിലാണ് അവർ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധസമയത്ത് ഇറാൻ ഇത്തരം വിവരങ്ങൾ ഇവരുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന്, ഇസ്രായേലിലെ പ്രമുഖരായ സൈനികർ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ചോർത്തി അത് ഇറാൻ ഉപയോഗിക്കുകയും വളരെ കൃത്യമായ ആക്രമണത്തിന് ഇറാനെ സഹായിച്ചത് ഇത്തരം വിവരങ്ങൾ ചോർത്തിയത് ഇസ്രായേലി സൈന്യത്തിൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ചോർത്തിയതാണെന്ന നിഗമനം ഇസ്രായേൽ നടത്തുന്നുണ്ട് എന്നതും ഈ അവസരത്തിൽ നമ്മൾ ഈ പശ്ചിമേഷ്യയിലെ സംഭവങ്ങളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഓർക്കേണ്ടതാണ്. എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളുടെ ഉപയോഗം നിർത്തുന്നു. അവൾ കൂടുതൽ കാര്യക്ഷമമായ സുരക്ഷിതത്വമുള്ള ആപ്പിൾ ഫോണുകൾ ഉപയോഗിക്കണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. പരമാവധി ഇത്തരം ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പഴയ നമ്മളെ പാമ്പും കോണിയും ഉള്ളതുപോലെയുള്ള ഫോണുകൾ ഉപയോഗിക്കുക എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.